നമസ്കാരം. HP കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നത്തുനാട് മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ മുട്ടം അബ്ദുള്ള അനുസ്മരണം നടന്നു. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കബീർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞു മുഹമ്മദ് പുലവത്ത്, അഡ്വക്കേറ്റ് CK സയ്യിദ് മുഹമ്മദ് അലി, MP ബാവ മാസ്റ്റർ, മുഹമ്മദ് കുഞ്ഞ് ചമയം, ജുനൈദ് പത്താനത്ത്, NVC അഹമ്മദ്, അബ്ദുൾ റസാഖി, സിദ്ദിഖ് മോളത്ത്, KN ഔഷാദ്, ഇസ്മായിൽ പാടിപ്പറമ്പിൽ, AS കുഞ്ഞു മുഹമ്മദ്, ഹാറൂൺ കരുമക്കാട്ട്, സിറാജുദ്ദീൻ മൗലവി, ബീരാക്കുട്ടി പട്ടിമറ്റം, കമാൽ റഷാദി, ഷാജഹാൻ മഞ്ഞപ്പെട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അതിനുശേഷം നടന്ന പരിപാടികളെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മികച്ച പരിപാടികളായിരുന്നു. അത് അബ്ദുള്ളയുടെ സ്വഭാവം. ഭാഗ്യത്തിന് ഇവിടെ ഇങ്ങനൊരു സംഘമുള്ളതുകൊണ്ട് അവര് ഒരുമിച്ച് നിന്ന് ആ പരിപാടികളെല്ലാം വിജയിപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്ക് ഇന്നത്തെ ഈ യോഗം തുടങ്ങിയപ്പോൾ മോഹൻ സാഹിബ് പറഞ്ഞതുപോലെ വളരെ തീക്ഷ്ണമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നേതൃവൈഭവമുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലാക്കാക്കി പ്രവർത്തിക്കാൻ ശേഷിയുണ്ട്. അതൊരു വലിയ കഴിവാണ്. ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യ പരിഗണന അള്ളാഹുവിൻ തൃപ്തി ആയിരിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ അസാധാരണമായ ധൈര്യമാണ്. ആ ധൈര്യത്തിന് മാതൃക നൽകുന്നത് നമ്മുടെ നബിയാണ്. നബിയുടെ മാതൃകയാണ് അത്തരമൊരു ചിന്ത വളരാൻ നമ്മളെ സഹായിക്കും. അബ്ദുള്ള, ഞാൻ 76-ൽ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യ വർഷം വളരെ വൈകി അവിടെ പഠിക്കാൻ ചേർന്ന എൻ്റെ ഒരു സുഹൃത്താണ്. 76-ലാണ് ക്ലാസ്സൊക്കെ തുടങ്ങി. വളരെ വൈകി ആണ് അബ്ദുള്ള അവിടെ ചേരുന്നത്. അബ്ദുള്ള അഡ്മിഷനൊക്കെ വാങ്ങിച്ച് എൻ്റെ മുറിയിൽ വന്നു. അങ്ങനെയാണ് അബ്ദുള്ള പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നും അബ്ദുള്ള, ഞാൻ മുട്ടം അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടാണ്. 16 വയസ്സുള്ളൂ. അന്നും 16 വയസ്സുള്ളൂ. ഞങ്ങളൊക്കെ സമകാലികരാണ്. അന്നും എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ മുട്ടം അബ്ദുള്ള, ഞാൻ കോളേജിൽ ചേർന്നു. അപ്പോൾ വളരെ വൈകി. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും വൈകി ക്ലാസ്സൊക്കെ തുടങ്ങി. ഇപ്പോൾ എങ്ങനെയാണ്? ഞാൻ സുലൈമാൻ സെഡ് സാഹിബിൻ്റെ റെക്കമെൻഡേഷനുമായി വന്നതാണ്. അങ്ങനെ കത്തുമായി വന്നിട്ട് അഡ്മിഷൻ നേടിയെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അബ്ദുള്ള വളരെ കുറച്ച് ദിവസമാണ് അവിടെ നിന്നുള്ളൂ. അബ്ദുള്ള ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. 1 മാസം പോലും തികച്ച് നിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളോടൊന്നും പറയാതെ അബ്ദുള്ള അവിടെ നിന്ന് ആ കോഴ്സ് ക്യാമ്പസ് വിട്ടുപോയി. അപ്പം എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ 76-ലാണ്. അബ്ദുള്ള പിന്നെ എവിടെയും ചേർന്നായിട്ടും എനിക്കറിയില്ല. പിന്നെ എവിടെയും ചേർന്നായിട്ടും എനിക്കറിയില്ല. ഞാൻ അന്ന് അബ്ദുള്ളയുടെ ആ മുറിയിലേക്കുള്ള വരവ്, അബ്ദുള്ളയുടെ ഒരു പ്രസൻറ്റേഷൻ, അബ്ദുള്ളയുടെ വേഷം, ഒരു സ്മാർട്ട്നെസ് ഉണ്ട്. അബ്ദുള്ളയുടെ വേഷം വളരെ സ്മാർട്ടാണ്. നമ്മുടെ അബ്ദുൽ ഖാർഖാനെ പോലെ നമ്മുടെ ഈ പെരുമ്പാവൂരിൽ ഏറ്റവും സ്മാർട്ടായി നടന്നിരുന്ന ആളാണ് നമ്മുടെ മരണപ്പെട്ടുപോയ MB അബ്ദുൽ ഖാർഖ. അപ്പുറത്തും അള്ളാഹു അബ്ദുൽ ഖാർഖക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അന്ന് ഞാൻ കണ്ട, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അബ്ദുള്ളയാണ് ഇപ്പോഴും ഞാൻ ഈ ഫോട്ടോ കാണുമ്പോഴും അബ്ദുള്ള എവിടെ കാണുമ്പോഴും ആ സ്മാർട്ട്നെസ് അബ്ദുള്ള നിലനിർത്തിയിരുന്നു എന്നതാണ്. നീതി പെയിന്റ് ഷോപ്പ് ഇനി മുതൽ പെരുമ്പാവൂരിലും. നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭയേകുവാൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നീതി പെയിന്റ് ഷോപ്പ്. നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം നീതി പെയിന്റിംഗിന്റെ വർണ്ണക്കൂട്ടുകളാൽ.